പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ തന്നെ ഇപ്പോഴും എന്നേക്കും തന്നെ ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും മുന്നമേ സന്ധ്യാവന്ദനം അറിയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നിയമം വഴി പാപത്തിലേക്ക് പോകണോ, നീതി വഴി വിശുദ്ധീകരണത്തിലേക്ക് പോകണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനം അതിൻ്റെ 4, 5, 6, 7 അധ്യായങ്ങളോട് നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചത് നിയമത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട നമ്മൾ എന്ന് വെച്ചാൽ മാമോദീസ സ്വീകരിച്ച ഞാനും നിങ്ങളും. റോമാലേഖനം 6 അധ്യായം 3 വാക്യത്തിൽ പറയുന്നതാണ്. യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെടാൻ വേണ്ടി കുരിശുമരണത്തോടാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ കുരിശുമരണത്തോട് ഐക്യപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചവരാണ് ഓരോ ക്രൈസ്തവനും. ഞാനും നിങ്ങളും അങ്ങനെയാണ്. അങ്ങനെ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് റോമാലേഖനം 7 അധ്യായം 4 വാക്യത്തിൽ പറയുകയാണ്. എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി, ഇത് നിങ്ങൾ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ കർത്താവിന് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മാമോദിസ സ്വീകരിച്ചതും അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനുമായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചത്. അങ്ങനെ ഓരോ ക്രൈസ്തവനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവനായി മാറണം. ഇതാണ് ദൈവത്തിൻ്റെ ഏക ലക്ഷ്യം. അത്രയേ ഉള്ളൂ. എന്നെ പ്രതി എൻ്റെ ജനം എൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് അറിയപ്പെടണം. നമ്മളെ നോക്കി വിളിക്കണം, ഇവൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ഇവൻ യഥാർത്ഥത്തിൽ സത്യക്രിസ്ത്യാനിയാണെന്ന് നമ്മളെ നോക്കി ഈ സമൂഹം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 7 അധ്യായം അതിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങളാണ്. നിയമത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് മനുഷ്യൻ്റെ മേൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പറയുകയാണ്, ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലും അല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം എന്തെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. 7 വാക്യം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിയമം പാപമാണോ? ഒരു ചോദ്യമാണ്. നമ്മളിതിന് മുമ്പെല്ലാം കണ്ടത് നിയമം വർദ്ധിച്ചെടുത്ത് പാപം വർദ്ധിച്ചു, അല്ലെങ്കിൽ നിയമം എൻട്രി ചെയ്തപ്പോൾ, നിയമമുണ്ടായപ്പോൾ അവിടെ പാപം ഉണ്ടായി, അല്ലെ പാപം വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിയമം പാപമാണോ? കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിയമവും നീതീകരണവുമാണ്. ഒരു സൈഡ് നിയമം, അതിലൂടെ പാപം ഉണ്ടാകുന്നു, പാപം മരണത്തിലേക്ക് നയിക്കും. മറ്റൊരു സൈഡ് നീതീകരണം, അതിലൂടെ കൃപ, അതിലൂടെ രക്ഷ. ഇങ്ങനെ രണ്ട് തലത്തിലൂടെ പോകുമ്പോൾ സത്യത്തിൽ നിയമം പാപമാണോ? എല്ലാ മനുഷ്യനും തോന്നാവുന്നതാണ്. പക്ഷേ ഇവിടെ പറയുക ഒരിക്കലുമല്ല. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിയമം ഒരിക്കലും പാപമല്ല. എന്നിട്ട് പറയെങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം എന്തെന്ന് അറിയുമായിരുന്നില്ല. സത്യത്തിൽ നിയമം ഉണ്ടായി തന്നെ പാപം എന്തെന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. ദൈവത്തിൻ്റെ കൽപ്പന ഓരോ നിയമങ്ങളായി നമുക്ക് തന്നത് ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഇത് തെറ്റിലേക്കാണ് പോകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിയമം എങ്ങനെ പാപമായി മാറുന്നു? പ്രിയമുള്ളവർ, പലപ്പോഴും നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നാവുന്നൊരു ചിന്തയാണ് നിയമം പാപമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാൻ. അല്ലെങ്കിൽ അതിന് വീണ്ടും പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട്, മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവം അനുശാസിച്ചതുകൊണ്ട്, ചില കാര്യങ്ങൾ ദൈവം നീ ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമുക്കത് മനസ്സിലായത്.
ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒത്തിരി കൽപ്പനകളിൽ ഒന്നാണ് എന്താണ്? കൊല്ലരുത്, കൊല്ലുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ കൊല്ലരുത് എന്നൊരു നിയമം ഉണ്ടായപ്പോഴല്ലേ മനസ്സിലായത് ഇത് പാപമാണെന്ന്. അപ്പം നിയമം യഥാർത്ഥത്തിൽ നമുക്ക് നല്ലതല്ലേ? നിയമം നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ളതല്ലേ? ദൈവം അത്രയിൽ ആഗ്രഹിച്ചുള്ളൂ. എന്തിനാണ് മോശയിലൂടെ കർത്താവ് നിയമമായിട്ട് തരാൻ കാരണം? എന്തിനാണ് നമ്മുടെ സഭയ്ക്കൊരു നിയമാവലി? എന്തിനാണ് ഒരു ഇടവകയ്ക്കൊരു നിയമാവലി? എന്തിനാണ് സന്യാസ പ്രസ്ഥാനങ്ങൾക്കൊരു നിയമാവലി? പാപത്തിലൂടെ സഞ്ചരിക്കാതെ, അല്ലെങ്കിൽ പോകുന്ന വഴി പാപമാണെന്ന് ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുവാനും, ചിലത് സൂചിപ്പിക്കാനും, ചിലത് ചൂണ്ടിക്കാണിക്കാനും നിയമം ആവശ്യമാണ്. നിയമമില്ലാത്ത എന്തും, അത് പ്രസ്ഥാനമായിക്കോട്ടെ സഭയായിക്കോട്ടെ, തകർന്നു പോകും. കാരണം നിയമത്തിലാണ് ഒരു 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 ചട്ടക്കൂടുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമം ഒരിക്കലും പാപമല്ലല്ലോ. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം അനുശാസിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുപോലെ എത്രയോ പാപങ്ങൾ, കള്ളസാക്ഷ്യം പറയരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതെല്ലാം ആ നിയമമായിട്ട് നമുക്ക് തന്നത് കൊണ്ടല്ലേ ഇത് പാപമാണെന്ന് പറഞ്ഞാൽ. അതിനു മുമ്പ് നമ്മൾ എന്തുമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ട്. നിയമം ഉണ്ടായിട്ടും നമ്മളിപ്പോഴും അടിച്ചുമാറ്റൽ പ്രക്രിയ നടത്തുന്നവരല്ലേ. നമ്മുടേതാണെന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ട് സഹോദരൻ്റെ എന്തെല്ലാം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്, അടിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരു നിയമം ഉണ്ടായതുകൊണ്ട് എന്നാൽ 8-ാം വാക്യം എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. വളരെ വ്യക്തമായിട്ട് വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതാണ്. എന്താ, നമ്മൾക്ക് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ വഴി രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരാനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒരു കൂട്ടം ആളുകളുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും, അവൻ ചെയ്തത് തെറ്റാണെന്ന് പരിപൂർണമായിട്ട് അറിഞ്ഞിട്ടും അവനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവിടെയും പറയുകയാണ്, പ്രമാണം വഴി അവസരം കണ്ടെത്തി. നിയമം വഴി തന്നെ അവസരം കണ്ടെത്തുകയാണ്. പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിക്കുക. മോഹം, മറ്റുള്ളതെല്ലാം എനിക്ക് സ്വന്തമാക്കണം, മറ്റുള്ളത് എൻ്റേതാക്കി മാറ്റാനുള്ള മോഹം നമ്മളിൽ ജനിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? നിയമം വഴിയാണെന്ന് ഓർക്കണം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ്, പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമല്ലേ പ്രിയമുള്ളേ, നമ്മുടെ മോഹം ജനിപ്പിച്ചിരിക്കുന്ന പാപം വഴിയല്ലേ? അതെന്നിൽ പാപമല്ലേ ചെയ്യിക്കുന്നത്? അത് നിയമത്തിൻ്റെ അവസരം വഴിയാണ്. നിയമത്തിൻ്റെ അവസരം കണ്ടെത്തി ഏത് വഴിയിൽ നമുക്ക് ഈ നിയമം വഴി നമുക്കെങ്ങനെ സ്വന്തമാക്കാൻ. എന്നിട്ട് പറയും, നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജീവമായിരുന്നു. നിയമമില്ലാതിരുന്നപ്പോൾ, പിതാവാം ദൈവം മോശയിലൂടെ നിയമം തരാതിരുന്നപ്പോൾ പാപം നിർജീവമായിരുന്നു. കാരണം അറിയില്ല. മോശ പോലും തൻ്റെ സഹോദരനെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും കണ്ടപ്പോൾ കൊന്നവനാണ്, കൊല ചെയ്തവനാണ്. അങ്ങനെ ഒരു നിയമമില്ലാതിരുന്ന സമയത്ത് പാപം നിർജീവമാണ്. കാരണം ആരും അറിയപ്പെടാതെ ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അറിയാൻ മേല, നിർജീവമായി കിടക്കുക. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു, എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇത് പറയുകയാണ്, ഒരു കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിനെ അറിയാതിരുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ, അത് പഠിക്കാതെ, അത് മനസ്സിലാക്കി ജീവിക്കാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, കൽപ്പനകളെ ഞാൻ അറിഞ്ഞപ്പോൾ, ഇതാ എന്ത് സംഭവിച്ചു? എൻ്റെ ജീവിതത്തിൽ
അത് പാപം സജീവമാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ നിയമം എന്തെന്നും കൽപ്പനകൾ എന്തെന്നും അറിഞ്ഞിട്ടും അത് ലംഘിക്കുമ്പോൾ പാപമായി എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുകയും ആ പാപം മരണത്തെ ജനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മരിക്കുകയും ചെയ്യുകയാണ്. ഒരു കൽപ്പന ലംഘനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഒരു കൽപ്പന ലംഘനം ഞാൻ ചെയ്യുമ്പോൾ പാപം എന്നെ പിടികൂടിക്കഴിഞ്ഞു. പാപത്തിൻ്റെ അടിമയായി ഞാൻ മാറി. അത് എൻ്റെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. എൻ്റെ ആത്മാവ് മരിക്കപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുത്തതാണ്. ഒരു മാമോദീസ സമയത്ത് സ്വർഗം തുറന്ന് യോർദാൻ നദിയിൽ വെച്ച് യേശുക്രിസ്തു മാമോദീസ മുങ്ങുമ്പോൾ യോഹന്നാൻ സ്നാപകനിലൂടെ ആ കൂദാശ നടക്കപ്പെടുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം യേശുക്രിസ്തുവിനെ നോക്കി പറഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി മാമോദീസ മുങ്ങുന്ന ഓരോ വ്യക്തികളുടെ മേലും, അതെൻ്റെയും നിങ്ങളുടെയും മാമോദീസ സമയത്ത് ഇതേ സ്വർഗം തുറന്നു പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവ് വന്ന് പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ പ്രിയപുത്രനും പ്രിയപുത്രിയാണെന്ന്. അങ്ങനെ എൻ്റെ ആത്മാവ് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കേണ്ട ആത്മാവ് എന്തായി? നിയമത്തിൻ്റെ ലംഘനം മൂലം നിയമം എൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ, നിയമത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ഞാൻ അറിയാതെ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ പാപം എന്നിൽ കുടികൊള്ളാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ നിഷേധിക്കാൻ തുടങ്ങുമ്പോൾ, ലംഘിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ അറിയാതെ എന്നിൽ പാപം വസിക്കാൻ തുടങ്ങിയാൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ പോലെയാണ്. നമ്മളറിയാതെ ശരീരത്തിൽ എവിടെയോ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരം മുഴുവൻ കാർന്ന് തിന്നുന്ന മാരകമായ രോഗമായി മാറി നമ്മൾ മരിക്കപ്പെടും. ഇത് ആത്മാവിലുള്ള മരണമുണ്ട്, ശരീരത്തിലുള്ള മരണമുണ്ട്. തിരിച്ചറിയാം നിങ്ങൾ. എനിക്ക് അങ്ങ് ക്യാൻസർ ഒന്നുമില്ലല്ലോ, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് മരിക്കണേ എന്നാ നമ്മൾ പലരും ചിന്തിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ നല്ല ഫിറ്റാണ്, എൻ്റെ ബോഡി ഭയങ്കര ഫിറ്റാണ്, ഞാൻ അതിനു വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണ ക്രമീകരണം ഞാൻ നടത്തുന്നുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആത്മാവ് എവിടെയാ? നിൻ്റെ ചിന്തകൾ എവിടെയാണ്? നിൻ്റെ കാഴ്ചപ്പാട് എവിടെയാണ്? നിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളത്? അപ്പോൾ തിരിച്ചറിയാം നീ എന്താണ്. പ്രമാണം വഴി എവിടെയൊക്കെയോ പാപം, പ്രമാണത്തിൻ്റെ ലംഘനം വഴി, പ്രമാണത്തെ ഞാൻ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ വഴി, പ്രമാണത്തെ ഞാൻ സജീവമായി അതിൽ ശ്രദ്ധിക്കുകയും അതിനെ വേണ്ട രീതിയിൽ പാലിക്കാതിരുന്നതും ചെയ്തത് വഴി എൻ്റെ ജീവിതത്തിൽ പാപം സജീവമായി തുടങ്ങി. അത് മരണത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ മരിക്കുകയും ചെയ്തു. അവിടെ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാവിൽ ഞാൻ മരണപ്പെട്ടവനായി ജീവിക്കുന്ന വ്യക്തിയാണോ? വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എങ്ങനെ? യഥാർത്ഥത്തിൽ ഒരു പ്രമാണം ദൈവം നമുക്ക് തരാൻ തന്നെ കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നീ മരിച്ചു പോകരുത്, നീ മരണപ്പെട്ടു പോകാൻ ഇടവരുത്തരുത് എന്ന് ദൈവത്തിന് വലിയ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പ്രിയമുള്ളത്. അതുകൊണ്ടല്ലേ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ഒരു റോഡിൽ 90 കിലോമീറ്റർ സ്പീഡിലേ പോകാവൂ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ. ചെറിയ വഴികൾ വരുമ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ട് പോകണമെന്ന് നിയമം വെച്ചിരിക്കുന്നത് എന്തിനാ? അവിടെ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയാണ്. നിങ്ങൾ 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളോ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കും. ഹെൽമെറ്റ് വയ്ക്കാതെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ ചെയ്യുന്ന ചില ആളുകൾ നമുക്കറിയാം, ഈ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് പോലീസിനെ കാണുമ്പോൾ വയ്ക്കും, കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് ഊരി വണ്ടിയിൽ തൂക്കിയിടും. ചിലർ വണ്ടിയുടെ ഉള്ളിൽ തന്നെ വയ്ക്കും, ആവശ്യമാണെങ്കിൽ മാത്രം. അതുപോലെ
കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നുള്ള നിയമമുണ്ടായിട്ടും അത് ധരിക്കാതെ വണ്ടി ഓടിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ ചിന്തിച്ച് നോക്കിയേ. പ്രമാണം അറിഞ്ഞിട്ടും, നിയമമാണ്, പിടിച്ചാൽ ഫൈൻ അടയ്ക്കും, അത് പിടിക്കപ്പെടാത്ത രീതിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ എത്രയോ മിടുക്കരാണ്. എന്നാൽ ഇന്നത്തെ പുതിയ കാറുകളെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അലാറം അടിക്കും. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്ന എത്ര പേരുണ്ട്? അലാറം അടിച്ചിട്ടും സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നവരല്ലേ നമ്മൾ? കുറച്ച് ദൂരം അടിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? അപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് എന്തായി തീരുകയാണ്? മരണമായി തീരുകയാണ്. ജീവന് വേണ്ടിയിട്ട് ഒരു രാജ്യം കോടതി വഴി ഒരു നിയമം തരുമ്പോൾ അതിനെ പോലും ലംഘിക്കാനുള്ള മനസ്സാണ് എനിക്ക് നിങ്ങൾക്കും. അപ്പോൾ പ്രമാണം എന്താ? ജീവന് വേണ്ടിയുള്ള പ്രമാണം എന്തായി തീരുക? നമുക്ക് മരണമായി തീരുക. ഇത് ആത്മീയ ജീവിതത്തിൽ അങ്ങനെയാണ് പ്രിയമുള്ളത്. നീ ജീവിക്കാൻ വേണ്ടി ദൈവം തന്ന കൽപ്പനകളാണ്. സഭ പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യ്, നിൻ്റെ ആത്മാവ് ജീവിക്കണം, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി മാറണം, ക്രിസ്തുവിൻ്റെ മകനും മകളുമായി നീ ജീവിക്കേണ്ടവൻ, അതുകൊണ്ട് നീ ഈ കൽപ്പന പാലിക്ക്. ദൈവം നമ്മോട് പറയുകയാണ്. അപ്പോൾ ജീവന് വേണ്ടിയുള്ള കൽപ്പന എന്താ തീരുകയാണ്? നമുക്ക് മരണത്തിന് കാരണമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. പൗലോസ് പറയും, എന്തുകൊണ്ടാണ് സംഭവം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവന് വേണ്ടി നിലനിർത്തിയ പ്രമാണങ്ങൾ എനിക്ക് മരണമായി തീരുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി. അപ്പോൾ കൽപ്പനകളെപ്പോലും വശീകരിക്കുവാൻ പാപത്തിന് സാധ്യമാണ്. അതല്ലേ പറയുന്നത്? പാപം എന്തു ചെയ്യാണ്? കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിച്ചു, അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. പൗലോസിലേക്ക് എത്ര അർത്ഥവത്തായിട്ട് എഴുതിക്കുന്നത്, എത്ര ജ്ഞാനിയാണ് പൗലോസ്. നമുക്കറിയാം പൗലോസിലേക്കായ കുറിച്ച്. അദ്ദേഹം ക്വാളിഫൈഡാണ്, അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടാണത് അല്ലേ? പാപം കൽപ്പനയെ അവസരം കണ്ടെത്തി ചതിച്ചു. കൽപ്പനകൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. തൻ്റെ ജനം, തൻ്റെ ആടുകൾ നശിച്ചു പോകരുത്, തൻ്റെ ആടുകൾ വഴിവിട്ടു പോകാൻ ഇടവരുത്തരുത്, തൻ്റെ ആടുകൾ എൻ്റേതാണെന്ന ബോധ്യത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമെന്ന വിശ്വാസം ദൈവത്തിന് അതിശക്തമായി ഉണ്ടായതിൻ്റെ ഫലമാണ് മോശ വഴി നമുക്ക് കൽപ്പന കിട്ടിയത്. എന്നാൽ മോശ കൽപ്പനയുമായിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അഹറോൻ കാളക്കുട്ടയെ ഉണ്ടാക്കി അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് മോശ കാണുന്നത്. അതിനെ തല്ലിപ്പറിച്ച് വലിച്ചെറിയുന്ന മോശം നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിയമം ഈ ഭൂമിയിൽ ഉണ്ടായത് പ്രിയമുള്ളവർ. സഭ പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇന്ന് നമ്മൾ സഭയുടെ നിയമങ്ങൾ ലംഘിക്കുന്നവരാണ്. സഭ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് എങ്ങനെ, ഇതെന്തിനാണ്, ഇത് ഞങ്ങൾക്ക് പറ്റില്ല, നോ, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറുതലിച്ച് നിൽക്കുന്ന വ്യക്തികളല്ല ഞാനെന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, പാപം എന്തു ചെയ്യാണ്? കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, എന്നെ കൊന്നു, കൊല ചെയ്യുകയും ചെയ്തു, എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. കൽപ്പന വിശുദ്ധമായും നല്ലതായും ന്യായവുമായിട്ട് ആർക്ക് തോന്നുന്നുവോ അവനെ വിളിക്കുന്ന പേര് ക്രൈസ്തവൻ. നമ്മളെങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമ്മൾ നിയമത്തിന് അനുകൂലമാണ്, എല്ലാവരും നിയമം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും കാരണവശാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നിയമലംഘനം ഉണ്ടായി, മനുഷ്യനാണ്, തെറ്റുപറ്റാം, സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. നിയമത്തിനനുസരിച്ച് ശിക്ഷ നമുക്ക് ഉറപ്പായാൽ നമ്മൾ നിയമത്തിന് അനുകൂലമായി നിൽക്കുമോ നിയമത്തെ എതിർക്കുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ
സഭാ നിയമം അനുസരിച്ച് ഒരുവൻ തെറ്റ് ചെയ്തു, സഭ ആ നിയമം അനുസരിച്ച് അവന് ശിക്ഷ വിധിച്ചാൽ നമ്മൾ ഏത് രീതിയിൽ കാണും എന്നുള്ളതാണ്. നമ്മളതിനെ സ്വീകരിക്കുമോ അതിനെ ധിക്കരിക്കുമോ തിരിച്ചറിയുക. അതുകൊണ്ട് നിയമം നിൻ്റെ ജീവിതത്തിൽ നല്ലതും ന്യായവും വിശുദ്ധവുമായി തീരണമെങ്കിൽ നിയമത്തെ ദൈവത്തിൽ നിന്നും തന്നതാണെന്ന് ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ഈ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ നിയമം പാപമായി നമുക്ക് തോന്നാൻ തുടങ്ങും. അല്ലെങ്കിൽ നിയമത്തിൽ നിന്നുകൊണ്ട് പാപം നമ്മളെ ചതിക്കാൻ തുടങ്ങും. പാപം അതിസൂത്രമായിട്ട് നമ്മളെ ഈ നിയമത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കാൻ, അതിനെ ലംഘിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തിരിച്ചറിയണം പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ നിയമം എനിക്ക് പാപമാണോ അതോ എന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണോ? അത് ഈ ലോകത്തിൻ്റെ നിയമമാണെങ്കിലും ദൈവത്തിൻ്റെ നിയമമാണെങ്കിലും എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയതാണ് നിയമമെങ്കിൽ അത് നിങ്ങൾ ചെന്നെത്തിക്കുന്നത് ജീവനിലേക്കാണ്. മറിച്ച് എനിക്ക് പാപം ചെയ്യാൻ ഒരു മറയായി ആരും കാണാതെ ഈ നിയമത്തെ ലംഘിച്ച് ആ ലംഘനത്തെ ഞാൻ സൂത്രധരമായി അല്ലെങ്കിൽ അതിവിദഗ്ധമായിട്ട് അതിൽ നിന്നും കരകയറാൻ, കൽപ്പനകൾ ലംഘിച്ച് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എടുക്കുന്ന പല തന്ത്രങ്ങളും അതെനിക്ക് പാപമായി എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കും. പാപം ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും വീണ്ടും ആവർത്തിച്ചത്, നിയമം എന്തായിത്തീരും? നമുക്ക് പാപത്തിൽ ചെന്നെത്തിക്കും. മറിച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നീ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, അതിൻ്റെ ആത്മാവിന് വേണ്ടി, നിൻ്റെ ഭൗതികമായ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ട് നീ കാത്തു സൂക്ഷിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അത് നിത്യജീവനിലേക്ക്, രക്ഷയിലേക്ക്, കൃപയുടെ അവസ്ഥയിലേക്ക് നിന്നെ ചെന്ന് എത്തിക്കും. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. എൻ്റെ ജീവിതത്തിൽ നിയമം എന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നു, ആ നിയമത്തെ പാലിക്കാൻ, ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്തുമാത്രം റിസ്ക് എടുക്കുന്നു, എഫേർട്ട്, പരിശ്രമം ഞാൻ ചെയ്യുന്നുവോ, അതനുസരിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേട്ട നിയമത്തിൻ്റെ സ്വാധീനം, ഓരോ വ്യക്തിയുടെ മേൽ നിയമമുണ്ട്. നിയമത്തിൻ്റെ കീഴിലല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. ഏത് വ്യക്തി ആയിക്കോട്ടെ, അത് എത്ര ഉന്നതനാണെങ്കിലും, ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിയമം അദ്ദേഹത്തിന് ബാധകമാണ്. നമ്മൾ പറയാറുണ്ട്, എല്ലാവർക്കും നിയമം തുല്യ നീതി കിട്ടണം എന്നൊക്കെ നമ്മൾ വാക്കാൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിയമത്തിൻ്റെ സ്വാധീനം എന്താണ്? ജീവൻ നിലനിർത്താൻ എനിക്ക് സാധിക്കും. അത് നല്ലതാണ്, അത് വിശുദ്ധമാണ്, അത് ന്യായമാണെന്ന് എനിക്ക് ബോധ്യമാകുന്ന ജീവിത രീതി ഞാൻ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതാ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിയമം, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ, ഇതെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക്, കൃപയിലൂടെ, നീതീകരണത്തിലൂടെ നിത്യജീവനിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, നിയമത്തിൽ നിന്ന് നമുക്ക് വീഴ്ചകൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയ നിയമലംഘനങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അത് നിത്യജീവൻ്റെ അനുഭവത്തിൽ ജീവൻ നിലനിർത്തുന്ന തലത്തിലേക്ക് മാറുവാൻ, രൂപാന്തരപ്പെടുവാൻ, വന്നുപോയ തെറ്റുകളെ അനുതപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ, ഇനി ഞാനത് ചെയ്യില്ല എന്ന് ഒരു തീരുമാനമെടുക്കുവാൻ, ആവർത്തിക്കപ്പെടാതെ നിയമമനുസരിച്ച് കർത്താവിൻ്റെ നല്ല ദാസനായി, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അടിമയായി, നീതിയുടെ അടിമയായി, അനുസരണത്തിൻ്റെ അടിമയായി നമുക്ക് പോകുവാൻ സാധിക്കും. അതിന് പൗലോസ്ലീഹായുടെ ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പാലിച്ചുകൊണ്ട്, വന്നുപോയ തെറ്റുകളെല്ലാം കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇതിനു മുമ്പ് കേട്ട വചനം അതാണ്, കഴിഞ്ഞതല്ല, നീ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, അതെല്ലാം ഞാൻ ഉപേക്ഷിക്കാം, അതെല്ലാം ഞാൻ നിന്നെ മറന്നു കളഞ്ഞു, പക്ഷേ
ഒരു രീതി, നിൻ്റെ ജീവിതത്തിൽ നിയമങ്ങൾ നിനക്ക് അനുഗ്രഹത്തിൻ്റെ ജീവന് തുല്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും സഭയുടെ നിയമങ്ങളും സാധ്യമാകുന്ന തലത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും ഉയരാൻ സാധിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിയമലംഘനം മൂലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പാപാന്തകാരത്തെയും പാപാവസ്ഥകളെയും ഞാനിതാ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. ദൈവമേ, നീ എന്നിൽ ഇറങ്ങി വന്ന് എൻ്റെ ജീവൻ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് നിയമങ്ങളും കൽപ്പനകളും എന്നിൽ പൂർണ്ണത പ്രാപിക്കുവാൻ, എന്നിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, അനുസരണത്തിൻ്റെ ദൈവത്തിൻ്റെ അടിമയായി മാറുവാൻ, ദൈവപൈതലായി ജീവിക്കുവാൻ, നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുവാൻ കർത്താവെ എന്നെ അവിടുന്ന് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എൻ്റെ എല്ലാ കുറവുകളെയും എൻ്റെ എല്ലാ കൽപ്പനകളും ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, അനുതപിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നെ നിലനിർത്തുന്ന, എൻ്റെ ജീവൻ നിലനിർത്തുന്ന ഒരു ഉപാധിയായി നിയമം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുവാനും പാപം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ എനിക്ക് നിയമം ശക്തി നൽകുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുഗ്രഹമായി മാറുവാൻ കർത്താവെ എന്നെ അവിടുന്ന് പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകമായ മധ്യസ്ഥൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.